ഈ വീടും പറമ്പും വാങ്ങിച്ച അന്ന് മുതൽ തുടങ്ങിയതിന്റെ ചൊറിച്ചല്. നീയൊക്കെ കൂടിയിട്ടല്ല 8 അടി വീതിക്ക് വഴി തരാന്ന് പറഞ്ഞാ ഇപ്പൊ 3 അടിയിൽ എന്നെ ഒതുക്കിയില്ലേ? എടാ തോന്നിയാസം കാണിക്കുന്ന ഒരു പരിധി ഉണ്ട്. 2 ഉണ്ടാക്കിയ ഉള്ള സ്വഭാവം നീ കാണിച്ചേക്കരുത്. പറഞ്ഞ മനസ്സിലായ? ആണുങ്ങളായ ഒരു തീരുമാനം ഉണ്ടാവണടാ. നീ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച ആളല്ലേ? നീ 3 അടി കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടാ മതി. നടക്കില്ല, ഞാൻ തരില്ല വഴിയൊന്നും. നീയൊക്കെ കൂടി ഒപ്പിട്ട രേഖയത് നിന്റെ ഒരു രേഖ. നീ അതുകൊണ്ട് പോയി വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. നിനക്കെന്നെ സ്വഭാവം അറിയില്ല. ഇതിപ്പോ ആരാവിടുന്ന് ഞാൻ എന്ത് എന്താ പ്രശ്നം? ഞാൻ ഇവരുടെ സ്ഥലം വാങ്ങിച്ചു 8 അടി വീതിയിൽ എനിക്ക് വഴി തരാന്ന് പറഞ്ഞത്. ഇപ്പൊ അവര് തരില്ല എന്ന് പറഞ്ഞു. അല്ല ചയ, ഞാൻ ഇവന് സ്ഥലം കൊടുത്തപ്പോഴേ അവിടെ 3 അടി വഴി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവൻ ചോദിക്കണേ 8 അടി തരാൻ. കൊടുക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് നടക്കില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മൾ നല്ല മാന്യന്മാരല്ലടാ. ഈ ആൾക്കാർ മുഴുവൻ കാണില്ലേ? നമുക്ക് ഇതിനൊരു പരിഹാരം വേണ്ടേ? അതല്ല ചയ, ഞാൻ ന്യായമായ കാര്യമല്ലേ പറഞ്ഞേ. ഇവരെന്നെ പറഞ്ഞു പറ്റിക്കല്ലായിരുന്നോ? ഇന്ന് അടങ്ങേണ്ട ഉദയ. ഒന്നല്ലെങ്കിൽ നമ്മളെ അയൽവക്കാരല്ലടാ. നമ്മുടെ 3 പേരെ പറമ്പല്ലേ അടുത്തടുത്ത് കിടക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ കുറച്ച് മാന്യമായിട്ട് ഡീൽ ചെയ്യണ്ടാ. നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അതൊന്നും ശരിയാവില്ല ചയ, നടക്കില്ല. നീ അങ്ങനെ പറയല്ല എൻ്റെ ബെന്നി. നമ്മളിതൊക്കെ ചാമ്പ കൊണ്ടുപോണ്ടാ. നമ്മളെല്ലാവരും ഈ ആരുടെ മണ്ണിക്കല്ലേ പോണത്. ആ സമയത്താണ് നിന്റെ ഒരു 8 അടിയുടെ വഴിയുടെ കേസ്. അച്ചായൻ വലിയ ഡയലോഗ് അടിക്കണ്ടല്ലോ. അച്ചായനാണെങ്കിൽ കൊടുക്കൂ. ഞാൻ കൊടുക്കൂടാ. നിന്റെ സ്ഥാനത്ത് ഞാനല്ലേ? ഞാൻ പണ്ടേ കൊടുത്തിണ്ടാവും. എന്താ സംശയം? അല്ല, അച്ചായനാണെങ്കിൽ കൊടുക്കൂലോ അല്ലേ? പിന്നെന്താ സംശയം? അന്ന് അച്ചായൻ ഇതിനൊന്നും ഒപ്പിട്ടി. അച്ചായ, അച്ചായ, എന്താടാ? എന്താ പറ്റിയേ? അല്ലടാ, ഇപ്പൊ പറഞ്ഞും പിടിച്ചും എന്റെ പറമ്പിൽ വഴി. അച്ചായ പറഞ്ഞത് വാക്കാട്ടാ. അച്ചായൻ പറയുന്നത് മൊത്തം നാട്ടുകാർ കേട്ടോണ്ടിരിക്കുക. 8 അടി വഴിയുടെ കഥയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് 8ന്റെ പണി കളടെ തന്നത്. ഞങ്ങളുടെ വഴി വഴിയൊക്കെ ഞാൻ തരാം. പക്ഷെ വഴിക്ക് ഞാൻ പറഞ്ഞ പേരിടണം. പേരാ? എന്ത് പേര്? യൂദാസിന്റെ വഴി.